അല്ല ഗൈസ് എന്റെ കസിൻ ചേച്ചിയുടെ കല്യാണമാണ്. ഞാൻ ഒരുങ്ങി നിൽക്കണ എങ്ങനെയുണ്ട്? ഞാൻ മാത്രമല്ല അപ്പു ഒരുങ്ങി പുഷ്പിച്ച് നിൽക്കണം. എന്റെ വീട്ടിൽ മാത്രം പ്രത്യേകതയാണോ എന്നറിയില്ല. അവിടുത്തെ എവിടെയെങ്കിലും കല്യാണം ഉണ്ട് ഈ വീട്ടിൽ ഒന്നും ഉണ്ടാക്കൂല. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? അതുകൊണ്ട് ഞാൻ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മുന്തിരി എടുത്ത് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് കഴിക്കാന്ന് വെച്ചപ്പോ ദേ വന്നേക്കണ് വേറൊരു കൈ. പുറത്തേക്ക് ഇറങ്ങി കഴിക്കാന്ന് വിചാരിച്ചപ്പോ ദേ വന്നേക്കണ് പിന്നെ വേറൊരു കൈ. തറളമെന്ന് സുന്ദരിയായിട്ട് അങ്ങോട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ മുന്തിരി മുഴുവൻ തിന്നപ്പോഴാണ് എനിക്കൊന്ന് സമാധാനം. ഇടയ്ക്ക് പാറു വന്നിട്ട് ചോദിക്കും മേക്കപ്പ് കൂടുതലാണോ ചേട്ടാന്ന്. അങ്ങനെ വണ്ടി ഓടിച്ച് ഞങ്ങൾ അമ്പലത്തിലെത്തിയാണ് കല്യാണ പെണ്ണ്. ഇനി കാണാൻ പോണാണ് അപ്പുന്റെ ഡാഡി. ദേ നോക്കിയ ഗൈസ് അളിയനിട്ട് എല്ലാവരും കൂടിയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കും. അങ്ങനെ മംഗളായിട്ട് കെട്ടങ്ങോട്ട് നടന്നു. അതോടൊപ്പം ഞങ്ങളും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഈ ചിറ്റ എന്റെ അടുത്ത് എപ്പോഴും പറയൂട്ടോ വീഡിയോയിൽ ആഡ് ചെയ്ത് അങ്ങനെ ആ പരിഭവമായിട്ട് മാറ്റി കൊടുത്തു. ഗൈസ് ഇവന്റെ ഒരു സീക്രട്ട് ഉണ്ട്. അത് ആർക്കെങ്കിലും അറിയാൻ കൗണ്ട് ബോക്സിൽ കമന്റ് ചെയ്യാം. ഗൈസ് ഇതാണ് അപ്പുവിന്റെ മരുമക്കൾ കേട്ടോ. അപ്പുവാണ് ഇവരെയൊക്കെ അമ്മാവൻ കേട്ടോ. ഇവക്ക് എപ്പോഴും ഇങ്ങനത്തെ ഈ നോവലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി 3 സിസ്റ്റേഴ്സ് ഇരുന്ന് ചോറിനാണ്. ഉച്ചത്തേക്ക് വിശന്നോട്ട് രണ്ടാമത്തെ പന്തി നേരെ കയറിയിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചു. വൈകുന്നേരം റിസപ്ഷനിൽ ഫസ്റ്റ് പന്തി തന്നെ അപ്പു ഉണ്ടായിരുന്നു. അവിടെയാണ് അപ്പുവിന്റെ ഫാൻസിന്റെ ബഹളം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.